ഇപ്പോഴും സങ്കടപ്പെട്ട് നിൽക്കുന്ന എന്താ? എന്താ പാട്ട് പോകുന്നില്ലേ മനസ്സിന്ന്? പോകുന്നില്ല. അപ്പൊ എപ്പോഴും കൂട്ടത്തിൽ ഞാൻ ക്ലൈമാക്സ് എഴുതിയിരുന്നത്. ഓ, ആ സിനിമ ഉണ്ടല്ലേ, അതാണ് ഇത്ര വിഷമം. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോഴേ എനിക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്. ചില സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് മേക്ക് ബിലീഫ് അല്ലേ ഇത്? ഇങ്ങനെ ഒരു കഥ, ഇങ്ങനെ ഒരു സന്ദർഭം, ഇങ്ങനെ ഒരു പാട്ട്, അതിലൊരു സങ്കടം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മേക്ക് ബിലീഫാണ്. ഇത് മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. ചില ഏരിയ വളരെ നന്നായിട്ട് അവിടെ ഫീലിങ്സ് കാണാൻ പറ്റുന്നുണ്ട്, സ്പാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വോയിസ് കുറച്ച് സ്ട്രെയിൻ ഉണ്ടോ എന്നൊരു സംശയം. ശരിയാണ്, എസ്പെഷ്യലി ഇത് ഹൈ പിച്ച്, ഹൈ നോട്ട്സ് ഉണ്ടോ? സ്ട്രെയിൻ ഉണ്ടോ? ഇപ്പൊ അലർജി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? അലർജി എല്ലാവരും ഉണ്ട്. അത് ശ്വാസത്തിനെ ബാധിക്കുന്നുണ്ടോ? അങ്ങനെയില്ല. അപ്പൊ എന്താ പറഞ്ഞാൽ ഈ വൈബ്രേഷൻ കൂടുതൽ, സസ്റ്റെയിൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുറച്ച് വൈബ്രേഷൻസ് കൂടുതലാണ് ഇന്ന് പാടുന്നത്. സാധാരണ ജുവൽ പാടുന്നതിന് ഒരു വലിയ വ്യത്യാസം എനിക്ക് അങ്ങനെ തോന്നുന്നു. സങ്കടം കൂടിയിട്ടായിരിക്കും ചിലപ്പോ. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് എക്സാജറേഷൻ ആണ്. എക്സാജറേഷൻ വിൽ നോട്ട് ഹെൽപ്പ്. അത്രയും വേണ്ട, അത്രയും വേണ്ട. ചേച്ചി പാടിയിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്ന ഇമോഷൻ ഉണ്ട്, പക്ഷെ ഓൺലി ടു ദാറ്റ് പോയിന്റ്. അതിനപ്പുറത്ത് കിടക്കുന്നില്ല. ട്രസ് പാസിംഗ് ഇല്ല. പറഞ്ഞ മനസ്സിലായോ? അത് പാടില്ല. നമ്മൾ എവിടെ നിർത്തണം നമുക്ക് അറിയണം. എന്ന് പാടാലോ. അങ്ങനെ പാടുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിട്ട്, ഓവർ സങ്കടമായിട്ട് നമുക്ക് ഡ്രാമാറ്റിക് ആയി മാറും. പാടുമ്പോ തന്നെ ഓൾറെഡി അത് വന്നു കഴിഞ്ഞു. അങ്ങനെ പാടിയാൽ മതി. കുറച്ച് സങ്കടം കുറയ്ക്കേ. അത്രയും ഒന്നുമില്ല പറഞ്ഞേ. പാടിക്കോ. കുറച്ച് മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ട് അവതരിപ്പിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. അറിയാതെ ഉണർത്തുന്ന ഓരോ പ്രാവശ്യം പാടിയത് വളരെ മ്യൂസിക്കലി ഉണർത്തുന്ന പോലെയാണ് മോൾ പാടിയത് കേട്ടോ. അത് സൂപ്പറായിരുന്നു. മേലെ മാനത്തോ എന്ന് പാടിയില്ല, അതെങ്ങനെയാണ് പാടിയത്? അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് സ്ട്രെയിൻ കൊടുത്ത് പുഷ് ചെയ്ത് അവിടെ ആ സാഹചര്യം എത്തിക്കുന്ന പോലെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഇമോഷൻ പോകും അല്ലേ? അതുപോലെ ഉള്ളിൽ തേങ്ങി തീരാ മോഹം എന്നുള്ളടത്ത് ശ്വാസം കിട്ടുന്നില്ലായിരുന്നു പാടുന്ന സമയത്ത്. അത് കണക്ഷൻ വരുന്ന സ്ഥലത്ത് ഒന്ന് പാടിക്കേ. മോഹങ്ങൾ അത് അങ്ങനെ അത്രയും സസ്റ്റെയിൻ ഉണ്ടെങ്കിൽ അത് കൊള്ളാവും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രയും സസ്റ്റെയിൻ ചെയ്യാൻ ശ്വാസം കിട്ടുന്നില്ല. കാരണം അതിനു മുമ്പേ ശ്വാസം എടുക്കേണ്ട ഇടത്തിൽ എടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫോർ ഇറ്റ് ടു ഇംപ്രൂവ്. ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ കുറച്ചും കൂടെ വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്ത് പറയണം. ഫോർ യുവർ ടാലന്റ് I think I have to say this to guide you properly to where I think you belong. You understand? That's because you have a lot of an abundance of that. I'm proud of it. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലേ മധു? ഞാൻ പറഞ്ഞത് ശരിയാണ്? തീർച്ചയായിട്ടും വളരെ വളരെ വാസ്തവം. ജുവൽ മേരി, അപ്പോ ഈ ഹൈ പിച്ച് പാടിയ സ്ഥലത്ത് ആണ് കുറച്ച് പറഞ്ഞില്ലേ ഒരു വൈബ്രേഷൻ, ആ സംഗതിയുടെ ക്ലാരിറ്റി. പക്ഷെ ചില ഭാഗങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പല്ലവി, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹമ്മിങ്, അതൊക്കെ നന്നായിരുന്നു. കന്നഡത്തിന്റെ ഫസ്റ്റ് 2 ലൈൻസ് 3 ലൈൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു. കാണാതെ ഒരു കുറച്ച് പിച്ച്, അതായത് ഹൈ പിച്ചിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. അത് സംഗതിയുടെ ക്ലാരിറ്റി, അതുപോലെ തന്നെ അടുത്ത ലൈൻസ് മനമിരുളുന്നു, മഴ പെയ്യുന്നു, പിന്നെ ലാസ്റ്റ് കണ്ണീരൊഴുകുന്നു എന്നുള്ളതിന്റെ ക്ലാരിറ്റി, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ തഴുകി, അതും എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വേണം തോന്നി. ഏറ്റവും ലാസ്റ്റ് പല്ലവിയിൽ. നേരത്തെ ഉള്ള ജുവൽ കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ പണ്ടത്തെക്കാളും വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. പണ്ടത്തെക്കാളും നല്ല ഇമ്പ്രൂവ്മെന്റ് ഞാൻ കാണുന്നു. എന്നെ കൊണ്ട് രാജസാർ ഒരു പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട്.
അയ്യനേ എന്നയ്യനേ പിണ്ടം എന്നും എടുമ്പൊട് സதை നരമ്പുതിരവും അടങ്ങിയ ഉടമ്പ് എനും ഒരു പാട്ട് ഞാൻ കടവുള്ള സമയം എന്നെ കൊണ്ട് പാടിപ്പിച്ചു. എന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പാടിയപ്പോ കുറച്ച് കൂടുതൽ അതിന് ഒരു സാഡ്നെസ് കൊടുത്തു. പിച്ചൈ പാത്തിരം ഏന്തി വന്നേ അയ്യനേ എന്നയ്യനേ എന്നൊക്കെ പാടി. അപ്പൊ அந்த ഇമോഷൻ അവളെ ഇമോഷൻസ് എല്ലാം കൊടുക്ക വേണ്ടിയത് സാധാരണ പാടുമാതിരി പാട്, അത് ട്യൂണിലേ ഇருக்கு அந்த ഇമോഷൻ എന്ന് രാജസാർ പറഞ്ഞു. അങ്ങനെയാണ് ആ പാട്ട് എന്നെ കൊണ്ട് പാടിക്കുന്നത്. അപ്പൊ ചില പാട്ടുകൾക്ക് അത് അത്രയും മതി, അത് ഓവറായി കഴിഞ്ഞാൽ കുറച്ച് ഡ്രമാറ്റിക്, അത് അത്രയും ആവശ്യമില്ല കേട്ടോ. മനസ്സിലായോ? കുറച്ച് ശ്രദ്ധ, കുറച്ചുകൂടി ശ്രദ്ധിച്ചെന്ന്, കുറച്ചുകൂടി ഡെഡിക്കേഷൻ, കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നന്നായിട്ട് പാടാൻ പറ്റും. ഇന്നിപ്പോ കുറച്ച് കിളി പോയ പോലെയാണ്. അതെ, തന്നെ കിളി പോയ പോലെ. അപ്പൊ ജുവൽ കുട്ടി, വോയിസ് നല്ല മെച്ചുവറായി വരുന്നുണ്ട്. നല്ല കൺട്രോളും കിട്ടി തുടങ്ങി. അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ജുവൽ കുട്ടിയുടെ ചോയ്സ് ആണ്. അത് നല്ലത്തോളം അത് ഉപയോഗിക്കണം. എവിടെ ചില ടെക്നിക്സ് കൊടുക്കണം, അപ്പൊ അതൊക്കെ പഠിക്കും. ഉണ്ടോ? ആദ്യത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇംപ്രൂവ്മെന്റ് ദാറ്റ് യു ഹാവ് ഇസ് ഇൻക്രെഡിബിൾ. വേറെ ലെവലിലെ വോയിസ് നല്ല മെച്ചുവറായി. സ്റ്റേജിലത്തെ പ്രസൻസ് ഇസ് ലൈക്ക് എ വെരി മെച്ചുവർ പ്രസൻസ് റൈറ്റ് നൗ. ഭയങ്കര ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ ജുവൽ കുട്ടി. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് പാടിയതില് ജുവലിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് ആയിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് പാടി. സോ യു ആർ എൻ അമേസിംഗ് ടാലന്റ്, യു ആർ എൻ അമേസിംഗ് സിംഗർ. കീപ് പ്രാക്ടീസിംഗ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ജർമ്മനിയുടെ ഇന്നത്തെ സ്കോർ 96.75 out of 100.